ആ സമൻസ് ഞാൻ കണ്ടിട്ടേയില്ല എന്ന് പറയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയെ കൊണ്ട് ഈ നാട് ഭരിപ്പിക്കുന്ന ഒരു പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പറയുന്നു, അങ്ങനെ ഒരു സമൻസ് വന്നിട്ടുണ്ട്, ആ സമൻസ് അതിൽ കൃത്യതയില്ലാത്തതുകൊണ്ട് തിരികെ അയച്ചു എന്ന്. ഇങ്ങനെ ഒരു പാർട്ടിയിൽ തന്നെ രണ്ട് തരത്തിലെ സമീപനം സ്വീകരിക്കുന്ന വ്യക്തികൾ. മാത്രമല്ല, ബേബി എടുത്ത ഈ നിലപാടിനെതിരെ വളരെ ശക്തമായ പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. അത് ബേബിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ബേബി എത്തിച്ചേർന്നത് എന്നുള്ള തരത്തിൽ ബേബിയെ തിരുത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ. പിണറായി വിജയന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ബോധ്യമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണ ശേഷി അല്ലെങ്കിൽ പ്രതികരണം എന്ന് പറയപ്പെടുന്നത് പാർട്ടിക്കെതിരെയും ഒപ്പം തന്നെ MA ബേബിക്കെതിരെയും ശക്തമായ ഭാഷയിലാണ് എന്നുള്ളതാണ്. ആദ്യം തൻ്റെ മകൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അത് യേശുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ മകനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ആ സമൻസ് വന്നിട്ടില്ല എന്ന് പറയുവാനുള്ള ധൈര്യം കാണിക്കുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ആർജവത്തോടു കൂടി അത്തരത്തിലൊരു സമൻസ് താൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്? ക്ലിഫ് ഹൗസിൻ്റെ അഡ്രസ്സിൽ വരുന്ന ഒരു സമൻസ് മുഖ്യമന്ത്രി കണ്ടിട്ടില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ വാർത്ത കൊണ്ടുവന്ന ആ പത്രം ഏതാണോ ആ പത്രം, മനോരമയാണെങ്കിൽ മനോരമയ്ക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു ഇത്തരത്തിലുള്ള സ്ഥിരീകരണങ്ങൾ? എന്തുകൊണ്ടാണ് ആ ഏജൻസിയുമായിട്ട്, അതായത് ED എന്ന് പറയപ്പെടുന്ന ഏജൻസിയുമായിട്ട് ഈ പത്രത്തിന്, ഈ മാധ്യമത്തിന് എന്താണ് ബന്ധം? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾ ചോദിച്ച് മാധ്യമപ്രവർത്തകരുടെ കുഴപ്പിക്കാൻ നടക്കുന്ന ഈ പ്രശ്നം പക്ഷേ സമൻസ് അയച്ചിട്ടില്ല എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ സമൻസ് കിട്ടിയിട്ടില്ല എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായിയുടെ വാദത്തെ ഖണ്ഡിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മകനെ വിളിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സമൻസ് അയച്ചിട്ടുണ്ട് എന്ന് ED സ്ഥിരീകരിച്ചിരിക്കുന്നു. സമൻസ് കൃത്യമായിട്ടും അയച്ചിരുന്നു. അത് അയച്ചിരുന്നത് ലാവ്ലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ ലാവ്ലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 1996 ഏകദേശം 374 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാനത്തിനുണ്ടാക്കിയ ഒരു കേസായിരുന്നു ലാവ്ലിൻ കേസ്. ഈ ലാവ്ലിൻ കേസുമായിട്ട് കഴിഞ്ഞ 39 പ്രാവശ്യമായിട്ട് സുപ്രീം കോടതിയിൽ ഇതിൻ്റെ കേസ് നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് വരെയും ഇത് ഒരു വിധിയിലേക്ക് എത്തുവാനോ, അല്ലെങ്കിൽ ആ കേസ് മാറ്റിവെച്ച് ഏകദേശം 39 വട്ടം ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നു. അതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് നമുക്ക് പിന്നെ സംസാരിക്കാം. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ലാവ്ലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് മകൻ വിവേക് കിരണിനെ വിളിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വിവേക് കിരണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അറിയുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം ED നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ EDയുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും ഈ വിവേക് കിരണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമൻസിൻ്റെ കോപ്പി ഇപ്പോഴും കിടപ്പുണ്ട്, വേണമെങ്കിൽ അത് പരിശോധിക്കാമെന്ന് കൂടി ED പറയുന്നുണ്ട്. EDയുടെ ഈ നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് പിണറായി വിജയന് ബാധകമല്ലാത്തതെന്നാണ്. കാരണം ED ഉറപ്പിക്കുകയാണ് ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട്, മകനെ വിളിപ്പിച്ചിട്ടുണ്ട്, മകൻ വരേണ്ടതാണ്. ലാവ്ലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയം. അപ്പോൾ ഇതിലെ വേറൊരു വിഷയം എന്ന് പറയപ്പെടുന്നത് 1996 അന്ന് വൈദ്യുതി മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ 374 കോടി രൂപയുടെ ലാവ്ലിൻ കേസ് ഉണ്ടാകുന്നതും ലാവ്ലിൻ ഇടപാട് നടക്കുന്നതും ആ കരാറുമായി ബന്ധപ്പെട്ടിട്ട് വലിയ നഷ്ടം കേരളത്തിന്, സംസ്ഥാനത്തിന് ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഇവിടുത്തെ വിഷയം ഈ എൻഫോഴ്സ്മെൻറ്റ് കേസ് എടുക്കുന്ന സമയത്തിന്, അതായത് എൻഫോഴ്സ്മെൻറ്റ് കേസ് എന്ന് പറയപ്പെടുന്ന ഇൻഫർമേഷൻ റിപ്പോർട്ട് ECIR അനുസരിച്ചിട്ട് KCZO02 2020 പ്രകാരം രജിസ്റ്റർ ചെയ്ത ലാവ്ലിൻ കേസിനകത്ത് തന്നെയാണ് വിവേക് കിരണിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ വിവേക് കിരണിനെ ഉൾപ്പെടുത്തുകയും 2023 ഏപ്രിൽ മാസം 14-ാം തീയതി രാവിലെ 10 മണിക്ക് കൊച്ചിയിൽ ഓഫീസിൽ എത്തണമെന്ന് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയം എന്ന് വെച്ചാൽ 2013 ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയുള്ളപ്പോൾ ഇതിൻ്റെ ഈ 2013 ശിവശങ്കർ ആയിരുന്നു ആ സമയത്ത് ഈ വൈദ്യുതി വകുപ്പിൽ സെക്രട്ടറി ആയിരുന്നു. അന്ന് ഈ 2013 ഈ ലാവ്ലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ അന്ന് നശിപ്പിക്കപ്പെട്ടു എന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. അതായത് അന്ന് മുതൽ ശിവശങ്കറും ഈ പിണറായി വിജയനുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതിനുശേഷം സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുണ്ടാകുന്നു. സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുണ്ടാകുമ്പോൾ സ്വപ്ന സുരേഷും ഒപ്പം തന്നെ ക്രൈം മാസികയുടെ എഡിറ്ററായിട്ടുള്ള TP നന്ദകുമാറും ഇത്തരത്തിലുള്ള ചില വാദഗതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടാകും. അവർ രണ്ടുപേർ പറഞ്ഞ, അന്ന് ക്രൈം മാസികയുടെ നന്ദകുമാർ പറഞ്ഞ ആരോപണങ്ങളും ഒപ്പം തന്നെ ഈ സ്വപ്ന സുരേഷ് പറഞ്ഞ ആരോപണങ്ങളും ഏകദേശം തുല്യമായിരുന്നു എന്നുള്ള. അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ചില സ്ഥിരീകരണങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ വിവേക് കിരൺ എന്ന് പറയപ്പെടുന്ന പിണറായി വിജയൻ്റെ മകനെ കൂടി സമൻസ് അയപ്പിച്ച് വിളിപ്പിക്കുവാനുള്ള ശ്രമം ED നടത്തിയത്. പക്ഷേ 2023 ശേഷം ED അതുമായിട്ട് മുമ്പോട്ട് എന്ത് പ്രവർത്തനങ്ങൾ നടത്തി, എന്ത് തുടർ നടപടി എടുത്തു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും മൗനമാണ്. എന്ത് നടപടി എടുത്തു എന്നുള്ള കാര്യത്തിൽ അന്വേഷണം. അപ്പോൾ ലാവ്ലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് 2006 അന്ന് ഡയറക്ടർ ഓഫ് റവന്യൂ ഇൻ്റലിജൻസിൻ്റെ, അതായത് DRIക്ക് ഈ ക്രൈം നന്ദകുമാർ നൽകിയ ഒരു പരാതി കൊണ്ടല്ലോ, ആ പരാതിയും ഈ സമാന രീതിയിലുള്ളതാണ്. അതായത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കർ
ശിവശങ്കർ സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, ലൈഫ് മിഷൻ, ലാവ്ലിൻ കേസുകളിൽ പങ്കുണ്ട് എന്നും എല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് നടത്തിയിട്ടുള്ളത് എന്നും അന്ന് രഹസ്യമൊഴികൾ കൊടുത്തിരുന്നത് സ്വപ്ന സുരേഷായിരുന്നു. ആ രഹസ്യമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് 1996 സംസ്ഥാന സർക്കാരിന് 374 കോടി രൂപയുടെ നഷ്ടം വരുത്തിയ SNC ലാവ്ലിൻ കരാറ്, ആ കരാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിർണായകമായിട്ടുള്ള രേഖകൾ ശിവശങ്കർ 2013 അന്ന് KSEBിയുടെ ചെയർമാനായ ഘട്ടത്തിൽ അദ്ദേഹം നശിപ്പിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു എന്നുകൂടി സ്വപ്നയുടെ ആ രഹസ്യമൊഴിയിലുണ്ടായിരുന്നു. ആ രഹസ്യമൊഴി ഏത് തരത്തിൽ, അത് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ സ്വർണ്ണക്കടത്താവട്ടെ, ഡോളർ കടത്താവട്ടെ, അല്ലെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതി ആവട്ടെ, ലാവ്ലിൻ കേസാവട്ടെ, ഈ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടിട്ടുള്ള വ്യക്തിയാണ് പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കർ എന്നാണ് ശിവശങ്കറിന്റെ കൂടി കൂട്ടുകാരിയായിരുന്ന സ്വപ്ന സുരേഷ് അന്ന് വെളിപ്പെടുത്തിയിരുന്നത്. ആ വെളിപ്പെടുത്തലിന്റെ അതിന് സമാനമായ രീതിയിലാണ് ഈ പറയുന്ന DRIക്കകത്ത് ക്രൈം മാസികയുടെ എഡിറ്ററായിട്ടുള്ള TP നന്ദകുമാർ കൊടുത്ത പരാതി എന്ന് പറയുന്നത്. ആ പരാതിയും ഈ സമാന പരാതിയായിരുന്നു. ആ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് നന്ദകുമാറിന്റെ ആരോപണങ്ങൾ സ്വപ്ന സുരേഷും ആവർത്തിച്ചതോടു കൂടിയാണ് ഈ ലാവ്ലിൻ കേസിൽ ED എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്ത് നന്ദകുമാറിന്റെ മൊഴി അടക്കം വന്നെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നന്ദകുമാറിന്റെ മൊഴി അടക്കം വന്നെടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കറിനെ ED കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തുന്നതും അതിനുശേഷം ചോദ്യം ചെയ്ത് കൃത്യമായിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് അറസ്റ്റിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വിവേകനോടും ഇതേ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകുന്നതും ആ ദിവസമാണ്, ഈ ഫെബ്രുവരി മാസം 2023 ഫെബ്രുവരി മാസം 14 പക്ഷെ അന്ന് അദ്ദേഹം ഹാജരായില്ല. പകരം അന്ന് ഹാജരായ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം ഇതിനകത്ത് EDയുടെ ഒരു പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്, ED സമൻസ് അയച്ച ആളെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അവരുടെ ചോദ്യം ചെയ്യലിന് ഒടുവിലായിരിക്കും ഈ പറയുന്ന വ്യക്തിയെ പ്രതിയാക്കണോ അതോ സാക്ഷിയാക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ 3 ദിവസം തുടർച്ചയായിട്ട് ശിവശങ്കറിനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്തതിന് ശേഷമാണ് ശിവശങ്കർ ഇതിനകത്ത് പ്രതിയാക്കപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നതും അറസ്റ്റിലേക്ക് പോകുന്നതും. അതുപോലെ തന്നെയാണ് അതേ സമാനമായ രീതിയിലാണ് ഈ ലാവ്ലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിവേക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകനെയും സമൻസ് അയപ്പിച്ച് വിളിപ്പിക്കുന്നത്. കാരണം അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ അദ്ദേഹത്തിനെ ഇതിനകത്ത് പ്രതിയാക്കണോ അതോ അദ്ദേഹത്തിനെ ഇതിനകത്ത് സാക്ഷിയാക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അതിനുശേഷമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പോലും 2023 ഫെബ്രുവരി 14 ഇദ്ദേഹം ഹാജരാകാതിരിക്കുകയും ഒപ്പം തന്നെ ഇപ്പോൾ പറയുന്ന വാദം മുഖ്യമന്ത്രി പറയുന്നത് ഇങ്ങനൊരു സമൻസ് പോലും കണ്ടിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു സമൻസ് കണ്ടിട്ടില്ല. മകനായിട്ടുള്ള വിവേക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിട്ട് പോലുമില്ല. ഇങ്ങനൊരു ലാവ്ലിൻ കേസുമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേസുമായിട്ടോ ബന്ധപ്പെട്ടിട്ട് തനിക്ക് ബന്ധമുണ്ടോ എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം പോലും എവിടെയും എത്താത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറയുക എന്നാണ് വിവേക് അടക്കം പറയുന്നതാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത്. ഈ പ്രതികരണങ്ങളൊക്കെ എത്ര ദിവസം പോകുമെന്നറിയില്ല. പക്ഷേ ഇതിന് പിന്നിൽ ഒരു രഹസ്യ സ്വഭാവവും ഒരു നിഗൂഢതയും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിനകത്ത് എന്ത് നിഗൂഢതയാണ് ഉള്ളത് എന്നുള്ളതാണ്. കാരണം ഈ കഴിഞ്ഞ 2023 ശേഷം 2023 ഫെബ്രുവരി മാസം 14 ശേഷം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമൻസ് അയച്ചിട്ടുണ്ട് എന്ന് ED സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ EDയുടെ ഒരു പ്രത്യേക രീതി എന്ന് പറയുന്നതാണ്, ആദ്യം ഒന്നാമതൊരു സമൻസ് അയക്കുന്നു, അതിനകത്ത് ഹാജരായില്ലെങ്കിൽ മറ്റൊരു ദിവസം വെച്ചുകൊണ്ട് രണ്ടാമത്തെ ഒരു സമൻസ് അയക്കുക എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ സമൻസിലും ഹാജരായില്ലെങ്കിൽ മൂന്നാമതൊരു സമൻസ് കൂടെ അയക്കും. ആ സമൻസിനും ഹാജരാകാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഈ വ്യക്തി എവിടെയാണോ ഉള്ളത് അവിടെ റെയ്ഡ് ചെയ്യുക, അതിനുശേഷം അയാളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ് പലപ്പോഴും ED പോകുന്നത്. അത് അങ്ങനെ അവരുടെ തുടർ നടപടികൾ അത്തരത്തിൽ തന്നെയാണ്. അവിടെ പാതിയാണോ പ്രതിയാണോ സാക്ഷിയാണോ എന്നുള്ളതല്ല. പക്ഷെ അവർ സമൻസ് അയക്കുമ്പോൾ അതിനകത്ത് പ്രതികരിക്കേണ്ടതുണ്ട്. ചെല്ലാൻ പറയുന്ന ദിവസം ചെന്നില്ലെങ്കിൽ അവർക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഷോക്കോസ് നോട്ടീസ് ഇതുപോലെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വരുന്ന ഈ സമൻസ് വരുന്ന മുറയ്ക്കനുസരിച്ചിട്ട് നമ്മളൊന്നുകിൽ അവർക്ക് റിക്വസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. ഇന്ന ദിവസം വരാൻ കഴിയില്ല, വേറെ ഏതെങ്കിലും കാരണങ്ങളാൽ വരാൻ എത്തുന്നില്ല എന്നുള്ളത് അവർക്ക് റിക്വസ്റ്റ് കൊടുത്തുകൊണ്ടേയിരിക്കും. ആ ലെറ്ററിന് പ്രകാരമായിരിക്കും അടുത്തൊരു ഡേറ്റ് നമുക്ക് വേണ്ടി തരുന്നത്. അങ്ങനെ 3 പ്രാവശ്യം സമൻസ് വന്നിട്ടും ഇവർക്ക് വരാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് ഹാജരാകാൻ താല്പര്യമില്ല എന്നാണ്. ഇങ്ങനെ താല്പര്യമില്ലാത്ത ആളെ ED ചെയ്യുന്നത്, ED റെയ്ഡ് ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യപ്പെടുന്നത്. പക്ഷെ അതും നടന്നിട്ടില്ല. 2023 മുതൽ ഇങ്ങോട്ട് ഏകദേശം 2.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 2.5 വർഷത്തിനകത്ത് എന്തുകൊണ്ടാണ് EDക്ക് അതിന് കഴിയാതായി പോയത് എന്നുള്ളതാണ്. കാരണം ഈ 2.5 വർഷത്തിനകത്ത് വേണമെങ്കിൽ വിവേക് അറസ്റ്റ് ചെയ്യാമായിരുന്നു, വിവേക് വിളിച്ചു വരുത്താമായിരുന്നു, വിവേക് രണ്ടാമതോ മൂന്നാമതോ ഒക്കെ സമൻസ് അയക്കാമായിരുന്നു. ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി ഇതൊന്നുമല്ല മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഇത് ഒരു മാധ്യമ സ്ഥാപനം അല്ലെങ്കിൽ ഒരു ദിനപത്രം ചെയ്യുന്ന ഒരു രീതിയാണ് എന്ന് പറഞ്ഞാൽ
അതെങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. കാരണം ഇവിടെ സ്ഥിരീകരിച്ചിരിക്കുന്ന ED ആണ് അങ്ങനെ ഒരു സമൻസ് അയച്ചിട്ടുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുക ഒരു മാധ്യമം നടത്തുന്ന ഒരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് പറയാൻ കഴിയുക? അതോ ഈ ഗൂഢാലോചന എന്ന് പറഞ്ഞ് ഇതിനെ എഴുതിത്തള്ളിയാൽ തീരുന്നതാണോ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളെന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുക? കാരണം ഈ ലാവ്ലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലാവ്ലിൻ കേസ് ഏകദേശം 39 തവണയിലധികം ഇത് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നിയമത്തിന്റെ മുൻപിൽ പോലും ഇത്രയും പിടിപാടുള്ള ഒരു മനുഷ്യനായി വിജയൻ മാറുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പിണറായി വിജയന്റെ പിടി എന്ന് പറയപ്പെടുന്ന അങ്ങ് കേന്ദ്രത്തിൽ തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാലോ, പെട്ടെന്ന് കേന്ദ്രമന്ത്രിമാരെ കാണുവാൻ ഇത്രയും അനുവാദം കിട്ടുന്ന വേറൊരു മുഖ്യമന്ത്രി ഇന്ത്യയിൽ തന്നെ ഇല്ല. ഒരേ ദിവസം തന്നെ 4 മന്ത്രിമാരെ, അമിത്ഷാ അടക്കം 4 മന്ത്രിമാരെ കാണാൻ കഴിയുന്നു, പ്രധാനമന്ത്രിയെ കാണാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അത്രത്തോളം സ്വാധീനമുള്ള ഒരു വ്യക്തിയായി പിണറായി വിജയൻ മാറുന്നുണ്ടോ എന്നുള്ള സംശയം കൂടി ജനിപ്പിക്കുന്നുണ്ട് ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുകൊണ്ട് തന്നെ EDയുടെ അന്വേഷണം എത്രത്തോളം മുന്നോട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ച് വളരെ കാര്യഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. അതിനുശേഷം എന്തുകൊണ്ട് തുടർ നടപടികൾ എടുത്തില്ല, എന്തുകൊണ്ട് വിവേക് കിരൺ അങ്ങനെ ഒരു സമൻസ് അയച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന EDയുടെ ഭാഗത്തേക്കാണ് ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ED എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വിവേക് കിരണിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ, മൊഴിയെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിച്ചില്ല? അത് പിണറായി വിജയന്റെ മകനായതുകൊണ്ടോ മുഖ്യമന്ത്രിയുടെ മകനായതുകൊണ്ടോ മാത്രം അങ്ങനെ ഒരാളെ മാറ്റി നിർത്താൻ കഴിയുമോ? അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് EDയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചയല്ലേ? അതല്ല, ED തുടർ നടപടികൾ എന്താണ് ചെയ്തതെന്ന് പറയേണ്ടതുണ്ട്. അത് പറഞ്ഞിട്ടുമില്ല. EDയുടെ തുടർ നടപടികൾ എന്ന് പറയപ്പെടുന്ന കാര്യത്തിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ ഇത്തരത്തിൽ തുടർ നടപടികൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ പിണറായി വിജയൻ ഇതിനെ വളരെ ശക്തമായിട്ട് എതിർക്കുന്നതും. അദ്ദേഹം പറയുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ സമൻസേ ഇല്ല എന്നാണ്. അപ്പോൾ ഇങ്ങനൊരു സമൻസേ കണ്ടിട്ടില്ല എന്നാണ്. അങ്ങനെ ഒരു സമൻസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സമൻസ് ഉണ്ട് എന്ന് ED പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദ്യം വരും. അപ്പോൾ അതുകൊണ്ട് അതിന് ഉത്തരം പറയേണ്ടത് ED ആണ്. ഇനി ഇതിനകത്ത് മറ്റുള്ളവർക്ക് സംശയം ജനിപ്പിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ ഏതെങ്കിലും നീക്കുപോക്കുകൾ നടത്തുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർട്ടിയെ പോലും തിരുത്തി, പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയെ പോലും തിരുത്തുന്ന തരത്തിലേക്ക് പിണറായി വിജയൻ അതിശക്തനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മാത്രം തീരുമാനമെടുക്കാൻ കഴിയും, പിണറായി വിജയന് മാത്രം ഒരു സർക്കാരിൻ്റെ ഒരു പാർട്ടിയുടെ തീരുമാനം കൃത്യമായി എടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തരം താണിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്നത് ഓരോ ബോഡികളുണ്ട്. ആ ബോഡികളിലൂടെ മാത്രം അവിടെ സംസാരിച്ച് സംവാദം നടത്തി ചർച്ചകൾ നടത്തി ആ ചർച്ചകൾക്ക് ശേഷം മാത്രം ഉരുത്തിരിയുന്ന ഒരു രീതിയാണുള്ളത്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു തീരുമാനമാണ് നടപ്പിലാക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള തീരുമാനം നടപ്പിലാക്കുന്ന തരത്തിലേക്കുള്ള പാർട്ടിയൊക്കെ അധപ്പതിച്ചിട്ട് ഏകദേശം 2010 ശേഷം അങ്ങനെ ഒരു പാർട്ടി തന്നെ ഇല്ലാതായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൻ്റെ അപജയങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരാൾ ഒരു പാർട്ടിയെയും സർക്കാരിനെയും നയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇനി നമ്മൾ ആ തരത്തിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. CPM പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സമൻസ് വന്ന കാര്യം. അപ്പോൾ സമൻസ് വരികയും ആ സമൻസ് ഒതുക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ സമൻസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ വിവേക് കിരണിനെ രക്ഷിച്ചെടുത്തത് ആരാണ്? രക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയൻ കണ്ടത് ആരെയാണ്? ആരുടെ കാലാണ് പിടിച്ചത്? ആരുടെ കാല് നക്കിയതിന് ശേഷമാണ് വിവേക് കിരണിന് ഇത്തരത്തിൽ ഒരു സുരക്ഷാ കവചം ഒരുക്കിയത്? ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ED മൗനം പാലിച്ച് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ED 2ഉം 3ഉം സമൻസുകൾ അയക്കാതിരുന്നത്? ആ സമൻസുകൾ അയച്ചിരുന്നുവെങ്കിൽ ഈ 2.5 വർഷത്തിനിടയ്ക്ക് എങ്ങനെയാണെങ്കിലും ഒരു 2ഓ 3ഓ സമൻസ് അയക്കാനുള്ള സമയം കഴിഞ്ഞു, റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. ഈ പരിപാടികളൊന്നും, ഈ തുടർ നടപടികളൊന്നും സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആരാണ് അതിനകത്ത് ഇടപെട്ടത്? ഇങ്ങനെ വലിയ സംശയങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിണറായി വിജയൻ പലപ്പോഴും ഇവിടെ നിന്ന് ഡൽഹി യാത്ര നടത്തുന്നതും കേന്ദ്ര നേതാക്കളെ കാണുന്നതും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ലാവ്ലിൻ കേസ് കഴിഞ്ഞ 39 വട്ടവും തെരഞ്ഞെടുപ്പ് കാലങ്ങളിലടക്കം അതിനെ മാറ്റിവെക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ ഈ 39 തവണ മാറ്റിവെച്ചതിനെക്കുറിച്ച് പൊതുസമൂഹം ചിന്തിക്കുന്നുണ്ട്. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരുകളുടെ BJPയുടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? BJP എന്ന് പറയുന്ന പാർട്ടി, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി പിണറായി വിജയനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടോ? രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. കാരണം ചെയ്ത തെറ്റ് മറച്ചുവെപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. പക്ഷേ ഇദ്ദേഹം ചെയ്ത ഈ ലാവ്ലിൻ കേസ് പോലുള്ളത് ഒതുക്കി തീർക്കേണ്ട ആവശ്യമില്ല. അത് നിയമത്തിന് മുന്നിൽ തന്നെ കൊണ്ടുവരേണ്ടതാണ്. നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കൃത്യമായിട്ട് അഴി എണ്ണിക്കേണ്ടതാണെങ്കിൽ അഴി എണ്ണിക്കുക തന്നെ വേണം. 1-2 രൂപയുടെ കടമല്ല അല്ലെങ്കിൽ നഷ്ടമല്ല നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഏകദേശം 374 കോടി രൂപയുടെ നഷ്ടമാണ് ഈ ലാവ്ലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല അതിനകത്ത് മകൾക്കോ മകനോ ഇനി കുടുംബത്തിനോ ഒക്കെ ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്, തിരിച്ചറിയേണ്ടതാണ്, അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ അതിന് അന്വേഷണ ഏജൻസികളെ കൂച്ചുവിലങ്ങുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള രീതിയില്ല. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ
എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുകളെ ഇത്തരത്തിൽ കൂച്ചുവിലങ്ങിടുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിലെങ്കിലും ED സ്ഥിരീകരിച്ച ഈ സമൻസ് വിവാദം എന്ന് പറയപ്പെടുന്നത് മാറി വരേണ്ടതുണ്ട്. ഈ സമൻസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇതുവരെയും സ്വീകരിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ മറുപടി പറയേണ്ടതുണ്ട്. ഒപ്പം തന്നെ പിണറായി വിജയൻ പറയുന്ന ഈ സമൻസ് കണ്ടിട്ടില്ല എന്ന് പറയപ്പെടുന്ന വാദഗതി എന്തുകൊണ്ടാണ് എന്നും പൊതുസമൂഹത്തിന് മുന്നിൽ അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനകത്ത് നുണ പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്. കാരണം ഇത്തരത്തിലൊരു ക്ലിഫ് ഹൗസിലേക്ക് എത്തിയ സമൻസ് കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പാർട്ടി അറിയിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഓക്കെ, ശരിയാണ്, പാർട്ടി അറിയിക്കുന്നില്ല. പകരം അദ്ദേഹം അതിനെ വളരെ വിദഗ്ധമായിട്ട് ആ സമൻസിനെ തിരികെ അയക്കുവാനോ അല്ലെങ്കിൽ ആ സമൻസുമായി ബന്ധപ്പെട്ട് വരുന്നതിന് തുടർ നടപടികൾ സ്വീകരിക്കാതിരിക്കുവാനോ ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് കേന്ദ്ര ഏജൻസികളെയും കേന്ദ്ര സർക്കാരിനെയും അദ്ദേഹം പോയി കാലുപിടിച്ചു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.